ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാമേ. പിന്നെ ഞാനാണെങ്കിൽ എല്ലാ വീഡിയോസും എനിക്കറിയാവുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോസും ഉണ്ട്, അതും ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. സാധാരണ നമ്മൾ ഒരു നമ്മളുടെ കിച്ചണിലെ സിങ്ക് ബ്ലോക്കായാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നിലൊരു അത് അഴിച്ച് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു കമ്പി എന്തെങ്കിലും ഇട്ട് നമ്മൾ കുത്തി അതിനകത്തിട്ട് കുത്തും. അങ്ങനെയല്ലേ സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സിങ്ക് നല്ലതായിട്ട് തന്നെ ക്ലീൻ ആവും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആവും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ഞാനിപ്പോൾ 1 വീക്കേ ആയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ഒന്നും വലിയ യൂട്യൂബേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടൊന്നും ചെയ്യാൻ അതൊന്നും അറിയില്ല. ഞാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്ന കൂട്ടൊക്കെ ഞാൻ അങ്ങ് ചെയ്യുകയാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാനെല്ലാം ചെയ്യുന്നത്, എഡിറ്റിങ്ങൊക്കെ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇതിപ്പോൾ ഇത് വാഷിംഗ് പൗഡറാണ്, സോപ്പ് പൊടി. ഇത് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. ഈ സിങ്കിലോട്ട് ഞാനിപ്പോൾ ഇതിൽ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം സോപ്പ് പൊടി ഇടണം. അപ്പോൾ അതിൻ്റെ ഹോളങ്ങ് വലുതാണ്, അപ്പോൾ അകത്തോട്ടങ്ങ് പോവുകയാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ക്ലീൻ ആക്കി കിടക്കുന്ന സിങ്കാണ്. ഇത് സാൾട്ട്, ഉപ്പ്. ഞാനിത് കുറച്ച് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സോപ്പ് പൊടി ഞാൻ എത്ര എടുത്ത് അത്ര അളവിൽ തന്നെ ഉപ്പ് ഇടണം അതിനകത്ത്. അതിൻ്റെ എത്ര നമ്മൾ എടുക്കുന്നോ അത്രയും തന്നെ ഉപ്പും അത്രയും തന്നെ ഇടണം. എല്ലാം ഈക്വലായിട്ട് ഇടണം. ഇത് ബേക്കിംഗ് സോഡ. ഇതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതേ ക്വാണ്ടിറ്റി, അത്രയും അളവ് തന്നെ വേണം. ഇനി അടുത്ത വേണ്ടത് തിളപ്പിച്ച വെള്ളം എന്ന് വെച്ചാൽ ഞാൻ ഒരു സോപ്പ് പാനിനകത്ത് ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇത് നല്ലതായിട്ട് ഇത് നിറച്ച് വെള്ളം ഞാൻ എടുക്കണം. ഞാനിപ്പോൾ ഇതിൽ പകുതിയേ എടുത്തിട്ടുള്ളൂ. നല്ലതായിട്ട് വെട്ടിത്തിളയ്ക്കണം വെള്ളം നല്ലതായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ ഈ വെട്ടിത്തിളച്ച വെള്ളം കയ്യിൽ വീഴാതെ ചെറിയ പൊക്കി ഒഴിക്കണം. ഇതിനകത്തോട്ട് ഈ സിങ്കിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. കണ്ടോ, ഈ സിങ്കിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, അതെല്ലാം നല്ലതായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ എണ്ണയുടെയും എല്ലാം പോയി കിട്ടും. നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ എണ്ണയുടെ എല്ലാം പോയി കിട്ടും. നമ്മളൊരു കമ്പിയിട്ട് കുത്തുകയെല്ലാം ചെയ്താൽ അതിനകത്ത് അഴുക്കൊന്നും ഒന്നും പോകില്ലല്ലോ, സൈഡിലൊക്കെ പറ്റിപ്പിടിച്ച്. ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കമൻറ്റിലൂടെ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ.